ഒരു കോൺട്രഡിക്ഷൻ കണ്ടെത്തിയത് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ നേരിട്ട് ഇടപെട്ട് തന്നെയാണ് ഒരു മ്യൂച്വൽ പെറ്റീഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ്. വിവാഹമോചനത്തിന്റെ ആദ്യ ഹർജി നൽകിയത് ദിലീപായിരുന്നു. ദിലീപ് മാത്രം നൽകിയ ഒരു ഹർജിയായിരുന്നു. അത് പിന്നീട് മ്യൂച്വലായി ഈ ഹർജിയിലേക്ക് എത്തിച്ചത് മഞ്ജു വാര്യരുടെ ഇടപെടലാണ്. അതായത് അതിൽ ചില പോയിന്റ്സുകൾ, അതായത് ദിലീപിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കാവ്യയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന ചില പോയിന്റുകൾ ചേർത്ത് അത് കോടതിയിൽ തെളിയിക്കാൻ മഞ്ജുവിന് കഴിയുമോ എന്ന സംശയമാണ് ഒരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ജുവിനെ പ്രേരിപ്പിച്ചത് എന്ന വാദം അഡ്വക്കേറ്റ് രാമൻപിള്ള ദിലീപിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. കോടതി ആ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഉത്തരം പറയാൻ ആദ്യഘട്ടത്തിൽ മഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ആദ്യം മഞ്ജു വാര്യർ അഭിഭാഷകനെയും ബന്ധുക്കളെയും വിട്ട് ദിലീപിനോട് തങ്ങളുടെ ഡിവോഴ്സ് പെറ്റീഷൻ മ്യൂച്വൽ ആകാം എന്ന് ആവശ്യപ്പെടുന്നത് മഞ്ജു വാര്യരാണ് എന്ന കാര്യം പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് മഞ്ജു കോടതിയിൽ മറുപടി പറഞ്ഞത് തനിക്ക് അത്തരം കാര്യങ്ങൾ ഓർക്കാനാകുന്നില്ല എന്നുള്ളതാണ്. ഇത് കോടതിക്ക് അതായത് ഇതില് മഞ്ജു വാര്യറിന്റെ മൊഴി വളരെ നിർണായകമാണല്ലേ. മഞ്ജു വാര്യർ ആണ് ഇതില് ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞതും അത് കഴിഞ്ഞിട്ട് ഗൂഢാലോചന നടിയും ദിലീപും തമ്മിൽ വഴക്കുണ്ടാവാൻ കാരണം ഇങ്ങനെയൊരു ഡൗട്ടാണ്. കാരണം കാവ്യമാധവനും ദിലീപും തമ്മിലുള്ള അവിഹിത ബന്ധം പറഞ്ഞത് നടിയാണ് എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് ഇത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞത് അല്ലേ. അങ്ങനെ അതാണ് മഞ്ജു വാര്യരാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പം മഞ്ജു വാര്യറല്ലേ കറക്റ്റായിട്ട് മൊഴി കൊടുക്കേണ്ടത്. മഞ്ജു വാര്യർ പോലീസുകാരൻ്റെ അടുത്തൊരു മൊഴി നേരെ കോടതിയിൽ പോയിട്ട് വേറൊരു മൊഴി അത് കൊടുത്താൽ, അല്ലെങ്കിൽ പോലീസുകാരൻ്റെ അടുത്ത് മൊഴി കൊടുക്കാതെ ആ കാര്യം അവിടെ നേരിട്ട് കോടതിയിൽ മൊഴി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ മഞ്ജു വാര്യരുടെ മൊഴി പോലും ഇവർ അംഗീകരിച്ചിട്ടില്ല. മഞ്ജു വാര്യറിൻ്റെ മൊഴി അംഗീകരിക്കാതിരിക്കാനുള്ള മെയിൻ കാരണം മഞ്ജു വാര്യർ ഇത് ഒന്നാമത് മ്യൂച്വൽ ഡൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് മഞ്ജു വാര്യർ കൊടുത്തിരിക്കുന്നത്. മ്യൂച്വൽ ഡിവേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡൈവേഴ്സ് കൊടുത്ത സത്യം പറഞ്ഞാൽ അന്ന് ചെയ്തത് മഞ്ജു വാര്യർ മിസ്റ്റേക്കാണ്. കാരണം ഇപ്പോൾ തെറ്റ് ദിലീപിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ മഞ്ജു വാര്യർ ചെയ്യേണ്ട എന്താണ്, മ്യൂച്വൽ ഡൈവേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞാൽ അത് സിമ്പിളായിട്ട് കോടതിയിൽ തെളിയിക്കാൻ പറ്റും. അത് ഡിവേഴ്സ് വാങ്ങിക്കും, അനുകൂലം മഞ്ജു വാര്യർക്ക് ആവുകയുള്ളൂ. അപ്പം അതൊന്നും ചെയ്യാതെ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ചെയ്തത്? അതും ആ കാര്യങ്ങൾ പുറത്ത് പറയരുത് എന്ന് പറഞ്ഞ് ദിലീപ് അതിൻ്റെ മുകളിലൊരു സംഭവം വെച്ചിട്ടുമുണ്ട്. രഹസ്യ വിചാരണ, രഹസ്യമായിട്ട് ഇത് നടത്തണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്, എന്താ കാരണമെന്ന് ഇപ്പോഴും ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവിടെ അപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്തുകൊണ്ട് ദിലീപിൻ്റെയും മഞ്ജു വാര്യറിൻ്റെ മോള് ദിലീപിൻ്റെ കൂടെ തന്നെ, അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു? അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ സത്യമെന്നറിയില്ല. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥകൾ മഞ്ജു വാര്യർ പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നു. മഞ്ജു വാര്യർ പറഞ്ഞത് തന്നെ ശരിയാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ചരിത്രം നടന്നുകൊണ്ടിരുന്നത്. കാരണം അതിന് ശേഷം മഞ്ജു വാര്യർ പോകുന്നു. മഞ്ജു വാര്യർ പോയ ശേഷം കുറച്ചു കാലം കഴിഞ്ഞതും ദിലീപ് കാവ്യമാധവനെ കല്യാണം കഴിക്കുന്നു. അതിന് മുൻപ് തന്നെ കാവ്യമാധവനും ഭർത്താവുമായിട്ട് പിരിയുന്നു. അതിനിടയിൽ കാവ്യമാധവനും ഭർത്താവുമായിട്ട് വഴക്കിട്ടിട്ട് അത് തിരിച്ച് കാവ്യമാധവൻ്റെ വീട്ടിലേക്ക് വരുന്നു. അത് ഈ ദിലീപിൻ്റെ ഇഷ്യൂ ആണെന്ന്, ദിലീപ് കാരണമാണെന്നുള്ളൊരു പരക്കെ ഒരു സംസാരം വരുന്നു. അത് കഴിഞ്ഞ് കാവ്യമാധവൻ്റെ അമ്മ കാവ്യമാധവനോട് നല്ല രീതിക്ക് സംസാരിച്ച് തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് അയക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സെറ്റാകാതെ തിരിച്ച് വരുന്നു. തിരിച്ച് വന്നിട്ട് വീണ്ടും ഒരു സിനിമ അഭിനയിച്ചത് പാപ്പിയപ്പച്ചയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും കിടക്കുന്നത് കൊണ്ട് മഞ്ജു വാര്യർ പറഞ്ഞത് തന്നെ 100% നമ്മൾ വിശ്വസിക്കുന്നു. എന്താണ് സത്യമെന്ന് അറിയില്ലെങ്കിലും വിശ്വസിക്കുന്നു. കാര്യം പോയത് അങ്ങനെയാണ്. പക്ഷേ അന്ന് മഞ്ജു വാര്യർ ചെയ്തത് ബിഗ് മിസ്റ്റേക്കാണ്. കാരണം മ്യൂച്വൽ ഡിവേഴ്സിന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നില്ല. അത്രയ്ക്ക് സ്നേഹമുണ്ട്, അത്രയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ സങ്കടം വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് സിനിമാ ഫീൽഡിലുള്ളവർ എങ്ങനെയാ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ വിജയ് ബാബുവിൻ്റെയൊക്കെ കണ്ടതാ. പരസ്പര സമ്മതത്തോടെയുള്ള അവർ റൂം എടുത്തിട്ട് പോയതെല്ലാം വിജയ് ബാബുവിൻ്റെ ഭാര്യ പോലെ അംഗീകരിച്ചിട്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ അവർ തമ്മിൽ ഇപ്പോഴും നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സിനിമാ ഫീൽഡിൽ ഇതെല്ലാം സഹജമാണെന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ച് വിട്ടതല്ലല്ലോ മഞ്ജു. അത്രയ്ക്ക് ഭർത്താവിനെ വിശ്വസിച്ച് സ്നേഹിച്ച് ഇരുന്ന ആളായതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തേ. അപ്പോൾ എന്തിനാ അന്ന് ഡിവേഴ്സ് ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ ഡിവേഴ്സിന് കൊടുത്തു? സുഖമായിട്ട് വാദിക്കാമായിരുന്നല്ലോ. ദിലീപിൻ്റെ പഴയ ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവാൻ പറ്റും കാവ്യമാധവനും ദിലീപും തമ്മിലുള്ള ബന്ധം. അല്ലാതെ സാക്ഷികൾ ഒരുപാടുണ്ട്. അല്ലാതെ സെറ്റിലിൽ പരക്കെ ഇതിനെക്കുറിച്ച് സംസാരമാണെന്ന് എല്ലാ സെറ്റിലും സംസാരിക്കുന്നുണ്ട്. ഒരു സാക്ഷികളെങ്കിലും കിട്ടാതിരിക്കുന്നതാണോ?
ഇവർക്ക് ഫ്രണ്ടില്ലേ യദു മോഹൻദാസുണ്ട്, രമ്യ നമ്പീശനുണ്ട്, ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അത് ഞാനിപ്പോൾ വെച്ച് തരാം, അത് വെച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇതിന്റെ നാൾവഴികളിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പോകണം. പ്രേക്ഷകരുമായി ബന്ധപ്പെട്ട കൗതുകം ഉണ്ടാവും. എന്താണ് മഞ്ജു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴി എന്നുള്ളതാണ്. അതായത് 12/2/2012 ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം പോയിരുന്നത്. അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ, ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല, ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ്. ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത്. അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു. അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത്. തുടർന്ന് മഞ്ജു ഈ മെസ്സേജ് കണ്ട് ഞെട്ടിപ്പോവുകയും, കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ്. ഒരിക്കലും ഇത്തരം ഒരു ബന്ധം തന്റെ ഭർത്താവുമായി കാവ്യക്കുണ്ട് എന്നൊരു തരത്തിലും മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ ധാരണ ഉണ്ടായിരുന്നില്ല. ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിന്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട്. തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ്. പക്ഷേ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് മഞ്ജു ഉണ്ടായിരുന്നു. കാവ്യ മാധവനുമായി സംസാരിക്കുന്നു. പക്ഷേ കാവ്യയും ഈ വിഷയത്തിൽ നിന്ന് വളരെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാവ്യയുടെ അമ്മയെ വിളിക്കുമ്പോൾ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതി നൽകിയിട്ടുണ്ട്. ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, കാവ്യ മാധവന്റെ വിവാഹം 2009 കഴിഞ്ഞത്. 2009 മുതൽ കാവ്യ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അന്ന് കാവ്യ വീട്ടിലുണ്ട്. ആ സമയത്ത് മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ വീട്ടിലുണ്ട്. അത് ഭർത്താവുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ദിലീപും കാവ്യയുമായുള്ള ബന്ധം ഉണ്ടാകുന്നതിൽ ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇതിന്റെ ഒരു വിഷമം തന്റെ അടുത്ത സുഹൃത്തുക്കളോട് മഞ്ജു വാര്യർ പങ്കുവെക്കുകയാണ്. അത് കാവ്യയുടെ അമ്മ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് PW1, അതായത് നടിക്ക് PW1 ആയി പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒന്നായി നമുക്കറിയാം ഇരയായ നടിയാണ്. ഒപ്പം PW36 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 36 എന്നുള്ളത് റിമി ടോമി എന്ന ഗായികയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാമെന്ന് കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തുടർന്ന് മഞ്ജു തന്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഗീതു മോഹൻദാസിന്റെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 35 ആണ്, സംയുക്ത വർമ്മ 15 ആണ്. അതായത് ഇത്തരത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഇവരോട് പറയുകയും തന്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നു. അതൊക്കെ ഈ നടിയുമായി ഇവർക്ക് നല്ല ബന്ധമുള്ള, അതായത് കാവ്യമാധവനും ദിലീപുമായിട്ടുള്ള ബന്ധം മഞ്ജു വരെ അറിഞ്ഞത് തന്നെ ദിലീപിന്റെ ഫോണിൽ നിന്നാണ്, പഴയൊരു ഫോണിൽ നിന്നാണ്. ആ മെസ്സേജുകൾ കണ്ടപ്പോൾ സംസാരിച്ചു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഡൗട്ടായി കാവ്യമാധവനെ അപ്പോൾ തന്നെ വിളിച്ചു. കാരണം കാവ്യമാധവനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും അത്രയും ബന്ധം അന്നുണ്ടായിരുന്നു. വിളിച്ചു. അപ്പോൾ കാവ്യമാധവൻ അത് ഒഴിഞ്ഞു മാറി. അത് കഴിഞ്ഞ് ദിലീപിനെ വിളിച്ചു. ദിലീപ് ഒഴിഞ്ഞു മാറി. അതങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്തായിരുന്നു, ഒഴിഞ്ഞു മാറി. അങ്ങനെയാണ് ഇതിൽ മൊഴി കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ മഞ്ജു വാര്യർ അത് വിട്ടില്ല. അത് കഴിഞ്ഞ് ബെസ്റ്റ് ഫ്രണ്ടായ ഗീതു മോഹൻദാസിനെയും സംയുക്ത വർമ്മയും വിളിച്ച് കാര്യം പറഞ്ഞ് ഈ നടിയുടെ വീട്ടിലേക്ക് പോകുന്നു. അതിനു മുൻപ് കാവ്യമാധവനെ വിളിച്ചു കഴിഞ്ഞ് കാവ്യമാധവൻ്റെ അമ്മയോട് സംസാരിക്കുന്നു. അപ്പോൾ കാവ്യമാധവൻ്റെ അമ്മയും പറയുന്നുണ്ട്, എനിക്ക് ഇതുപോലൊരു ഡൗട്ടുണ്ട്, ഇത് തമ്മിലൊരു മോശം ബന്ധമാണെന്ന് ഡൗട്ടുണ്ടെന്ന് കാവ്യമാധവൻ്റെ അമ്മ പറയുന്നു. അമ്മയും അത് തന്നെയാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് നേരെ മഞ്ജു വാര്യർ ഗീതു മോഹൻദാസിനെയും സംയുക്ത വർമ്മയെയും കൂട്ടിയിട്ട് നേരെ നടിയുടെ വീട്ടിലേക്ക് പോകുന്നു. നടിയോട് കാര്യങ്ങൾ ചോദിക്കുന്നു. നടി ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് നടിയുടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഇത് പറയുന്നു. സത്യം എന്തെങ്കിലും അറിയാം പറയുമോളെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഇങ്ങനെയുണ്ടെന്ന് പറയുന്നു. അത് റിമി ടോമിക്ക് അറിയാം, അങ്ങനെ അറിയാം, എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് ദിലീപിൻ്റെ വീട്ടിലുള്ളവരെ സിസ്റ്ററിനെയും ബ്രദറിനെയും വീട്ടിലേക്ക് വിളിച്ച് ആ കാര്യങ്ങൾ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ദിലീപ് വന്നപ്പോൾ ദിലീപിനോട് ചോദിക്കുന്നു. അപ്പോൾ ദിലീപ് പറയുന്നു, അതൊരു പൊട്ടിപ്പെണ്ണാണ്, അവളുടെ മെസ്സേജിനെ നീ കാര്യമാക്കണ്ട, അങ്ങനെയൊന്നും ഇല്ല എന്ന് വീണ്ടും ദിലീപ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കാവ്യമാധവൻ്റെ അമ്മയോട് മഞ്ജു വാര്യർ സംസാരിക്കുന്നു. അപ്പോൾ കാവ്യമാധവൻ്റെ അമ്മ പറയുന്നു, ഞാൻ അവളോട് സംസാരിക്കാം, ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് കാവ്യമാധവനെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുന്നു. അപ്പോൾ ഒരു സൗന്ദര്യ പിണക്കം കഴിഞ്ഞ് അവർ തിരിച്ച് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുന്നു. അതുവരെയും കാവ്യമാധവൻ്റെ അമ്മ പോലും സംസാരിച്ചു എന്നാണ് ഈ പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ വിശദീകരിച്ചിട്ട് എല്ലാം മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം സത്യം തന്നെ. പക്ഷെ പറയാത്തൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊന്നും പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടില്ല. പിന്നീട് കോടതിയിൽ വന്ന ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്തു? ഇതാണല്ലോ ഫസ്റ്റ് മോട്ടീവ്, ഫസ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും അറിയാതെയാണോ പോലീസ് അറസ്റ്റ് ചെയ്തത്? അപ്പോൾ പോലീസ് എന്തിനെ അറസ്റ്റ് ചെയ്തു? അപ്പോൾ ഇതൊന്നും മൊഴിയിൽ രേഖപ്പെടുത്തണ്ടേ? ഫസ്റ്റ് തന്നെ നമുക്ക് പോലീസുകാരുടെ ഇതൊക്കെ സംസാരിക്കേണ്ടതല്ലേ? അപ്പോൾ സംസാരിക്കാതെ ആയപ്പോൾ കോടതിക്ക് സംശയം വന്നില്ലേ? അവിടെയും ഒന്ന് പറഞ്ഞു, ഇവിടെയും ഒന്ന് പറഞ്ഞു, അവിടെ പറഞ്ഞില്ല, അത് ഇവിടെ പറഞ്ഞു.
ഇപ്പം ഈ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ്റെ തെറ്റാണോ, ഇവരെ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണോ, അതോ ഇവർക്ക് ഓവർ കോൺഫിഡൻസ് ആണോ, ദിലീപ് പ്രതിയാകും എന്ന് ലോക്കാവും എന്നുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഇവരിതൊന്നും വേണ്ട എന്ന് വെച്ചതാണോ? പിന്നെ പൾസർ സുനി ആ സമയത്ത് ഈ കൃത്യം നടക്കുന്ന സമയത്ത് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിളിച്ചത് അന്നത്തെ കാമുകിയ ഫ്രണ്ടോ ആരോ അവരെ വിളിച്ച് സംസാരിച്ചു. അവരെ പോലും പ്രതിയുമാക്കിയിട്ടില്ല, സാക്ഷിയാക്കിയിട്ടില്ല. കാരണം ഈ കൃത്യം നടക്കുന്ന സമയത്താണ് വിളിച്ചിരിക്കുന്നത്. കൃത്യം നടക്കുന്ന സമയത്തും വിളിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടും വിളിച്ചിട്ടുണ്ട്. ഈ വണ്ടി ഇത്ര സമയം അതന്നെ 9 മണിയോ 10 മണിയോ ആ സമയത്ത് നടക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് വരെയും ഈ ശ്രീലക്ഷ്മി പറഞ്ഞ കുട്ടിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം അതാണോ നല്ല കാര്യം എന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള മൊഴിയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടെണ്ണം ഇതിലുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ കോടതിയെ കുറ്റം പറയുന്നത്, എങ്ങനെ ദിലീപിനെ കുറ്റം പറയുന്നത്, എങ്ങനെ പണം വാരി എറിഞ്ഞെന്ന് പറയും? പ്രോസിക്യൂഷന് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ദിലീപ് പ്രതിയാണെന്ന് അവർ മനസ്സിൽ കരുതി കൂട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലുള്ള ഇഷ്യൂ എല്ലാം വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ദിലീപ് തന്നെ ആയിരിക്കും പ്രതി. പിന്നെ നടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആകെ ജീവിതത്തിൽ ഒരേ എന്നെ വൈരാഗ്യമുള്ള ആൾ ഈ വ്യക്തിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തും ഏതും നമുക്കൊന്നും അറിയില്ല. ഇനി ദിലീപിൻ്റെ സമയദോഷം കൊണ്ട് ഈ പെൺകുട്ടി ഈ നടിയെ തന്നെ ആക്രമിക്കാൻ പൾസർ സുനിക്ക് തോന്നിയോ? നമുക്കൊരു വലിയൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കാരണം ഒരുപാട് പേരെ ചവിട്ടി മെതിച്ചിട്ട് കയറിപ്പോയ ആളാണ്. ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. ദിലീപ് ഒരുപാട് പേരെ ചവിട്ടി മെതിച്ചിട്ട് കയറിപ്പോയ ആളാണ്. ആ കയറി പോകുമ്പോൾ എല്ലാവരുടെയും ശാപം വന്ന് അടിക്കുന്ന സമയത്ത് അടിക്കും. നമുക്ക് കഷ്ടകാലമുള്ള സമയത്ത് അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവിച്ചതാണോ ഒന്നും അറിയില്ല. എന്തായാലും ആൾ ലോക്കായി, അത്ര തന്നെ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ഇതുകൊണ്ട് ബാക്കി കൂടി കേൾക്കാം, എന്നിട്ട് നിർത്താം. സമയമാണ് എന്നുള്ളതാണ്. തുടർന്ന് നേരിട്ട് ഇത് കാണാൻ തീരുമാനിക്കുകയാണ്. 4/2/2012 ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതുവും മഞ്ജുവും ചേർന്ന് PW1 അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ്. നടിക്ക് ബന്ധം അറിയാമെങ്കിലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു. പക്ഷേ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട്, അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. ഇതിൽ പിതാവിന്റെ നിർബന്ധ പ്രകാരമാണ് ഇത്തരത്തിൽ നടി കൂടുതൽ കാര്യങ്ങൾ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യരോടും ഗീതു മോഹൻദാസിനോടും ഒപ്പം സംയുക്ത വർമ്മയോടും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വീട്ടിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി പറഞ്ഞതുപോലെ പക്ഷേ ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട ഈ കാവ്യ മാധവൻ ദിലീപിന് അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇത്തരത്തിൽ പോലീസിനോട് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വാര്യർ വ്യക്തമാക്കിയിട്ടില്ല എന്നത് കോടതി എടുത്തു കാണിക്കുന്നുണ്ട്. അതൊരു വൈരുദ്ധ്യമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ദിലീപിനെയും കാവ്യ മാധവനെയും താൻ വിളിച്ചു എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും അതും പോലീസ് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണുള്ള ചോദ്യമൊക്കെ മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അതിന് വളരെ കൃത്യമായ ഒരു മറുപടി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ അതാണ്, അതായത് ഈ കാര്യങ്ങൾ മെസ്സേജ് കണ്ടിട്ടാണ് സംസാരിച്ചതെന്ന് പോലീസ് സ്റ്റേഷനിലും പറഞ്ഞിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കാവ്യമാധവനെ വിളിച്ചെന്നും ദിലീപിനെ വിളിച്ചെന്നും കാവ്യമാധവൻ്റെ അമ്മയെ വിളിച്ചെന്നും ഒരു കാര്യം പോലും മഞ്ജു വാര്യർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ കോടതിയിൽ മാത്രം വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വൈരുദ്ധ്യമായില്ലേ? അതെന്താ അങ്ങനെയെന്നുള്ള ചോദ്യമായില്ലേ? അതാണ് അവിടെ മിസ്റ്റേക്കുകൾ വന്നിരിക്കുന്നത്. അമ്മയെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നും കാവ്യയുടെ അമ്മ ഈ ബന്ധം തനിക്ക് അറിയാമെന്ന് പറഞ്ഞുവെന്നും ഈ ബന്ധത്തിൽ കാവ്യയുടെ അമ്മയ്ക്ക് ചില ആശങ്കകളുണ്ട് എന്നും കോടതിയെ മഞ്ജു വാര്യർ ബോധിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ബോധിപ്പിക്കുന്നു. പക്ഷേ ഇക്കാര്യവും ഒട്ടും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട. കാവ്യമാധവന്റെ അമ്മ പറഞ്ഞു എന്ന് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊളിഞ്ഞു പോകും. കാരണം കാവ്യമാധവന്റെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ ദിലീപിന് കാവ്യമാധവന്റെ അമ്മയെയും വൈരാഗ്യം വരേണ്ടതല്ലേ, വരുമെന്ന് വിചാരിക്കില്ലേ? അപ്പോൾ അതൊന്നും പറയാതെ കോടതിയിൽ വന്നിട്ട് മാത്രം പറയുമ്പോൾ ഇത് ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണെന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ. അതാണ് അവിടെ സംഭവിച്ചത്. കാരണം കാവ്യമാധവന്റെ അമ്മയാണ് ഫസ്റ്റ് പറഞ്ഞത്. അതായത് മെസ്സേജിലൂടെ കണ്ടു, അത് കഴിഞ്ഞ് അമ്മയെ വിളിച്ച് സംസാരിച്ചു, കാവ്യമാധവനെ വിളിച്ചു, അത് കഴിഞ്ഞ് അമ്മയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അമ്മയും പറഞ്ഞു എനിക്കൊരു ഡൗട്ടുണ്ട്, ഇവരുടെ ബന്ധം മോശമായിട്ടുള്ള ബന്ധമാണെന്ന് ഡൗട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. ആ കാര്യം പോലും പറഞ്ഞിട്ടില്ല. ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ എന്തിന് പിന്നെ ദിലീപിനെ പ്രതിയാക്കിയെന്ന് ചോദിക്കും. കാരണം കാവ്യമാധവന്റെ അമ്മയാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പോൾ എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. എന്തായാലും ഇതും കൊണ്ട് എവിടെ എത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം, കേസിൻ്റെ നാൾ വഴി കേസ് എവിടേക്ക് പോകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.